iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, for a project, which of the following estimate is accorded sanction in a technical sanction? Options: abstract estimate, approximate estimate, detailed estimate, preliminary estimate. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ടെക്നിക്കൽ സാങ്ഷന് നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് തരം സാങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ടെക്നിക്കൽ സാങ്ഷൻ. രണ്ട് ടൈപ്പ് ഓഫ് സാങ്ഷൻ ആണുള്ളത്. ഒന്ന് ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റ് ഏതായിരിക്കും? പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണുള്ളത്. പ്രിലിമിനറി എസ്റ്റിമേറ്റും ഉണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഉണ്ട്. ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് എടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം, മാറി മാറി ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ആണ്. എ സ്കൂൾ ബിൽഡിംഗ് ഓഫ് 10 classroom is to be constructed and the cost of construction of the school in terms of per classroom is 1,50,000. കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഉണ്ട്, പ്രിലിമിനറി എസ്റ്റിമേറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരു മെത്തേഡാണ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് റൂമിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ആണ്. അങ്ങനെ നമുക്ക് 10 ക്ലാസ് റൂംസ് ആണുള്ളത്. ജനറലി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1,50,000 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 lakh എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പം ഇത് ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കി വെക്കണം. പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്തുള്ളതാണ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ യൂണിറ്റ് റേറ്റ് മെത്തേഡ്, പ്ലിന്ത് ഏരിയ മെത്തേഡ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആനുവൽ സിങ്കിങ് ഫണ്ട് ഐ ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആനുവൽ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഈ ഓപ്ഷൻ കാണുമ്പം എല്ലാ ഓപ്ഷൻസും ഏകദേശം ഒരുപോലെ തോന്നും. എക്സാമിന് ഭയങ്കര കൺഫ്യൂസിങ് ആവുന്ന ഒരു പാർട്ടാണ് ഇങ്ങനെ ഇക്വേഷൻസ് തന്നിട്ട് മാറ്റി മാറ്റി ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇക്വേഷൻസ് പഠിക്കുമ്പം ഓരോ ടേംസും മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ആനുവൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആനുവൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S×I/1+I⁴n−1 എന്നാണ്. അപ്പം ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓരോ ടേംസും നമുക്ക് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആനുവൽ സിങ്കിങ് ഫണ്ട് I ആണ്. ഓക്കെ, ആനുവൽ സിങ്കിങ് ഫണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ എസ് എന്ന് പറയുന്നത് എന്താണ്? ഈ എസ് എന്ന് പറയുന്നത് ടോട്ടൽ സിങ്കിങ് ഫണ്ടാണ്. ടോട്ടൽ സിങ്കിങ് ഫണ്ടാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് ഐ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഐ എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്, പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഡെസിമൽ ആയിട്ട് വേണം എടുക്കാനായിട്ട്. പെർസെൻറ്റേജിലായിരിക്കും തരുന്നത്. ഡിവൈഡ് ബൈ 100 ചെയ്ത് ഡെസിമലായിട്ട് വേണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കാനായിട്ട്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, എത്ര വർഷം എന്നുള്ളതാണ് എൻ.
അപ്പം ടേംസ് മനസ്സിലാക്കി വെക്കുക. സിങ്കിങ് ഫണ്ടിന്റെ ആനുവൽ സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ I is equal to S into I by 1 plus I raised to n minus 1 ആണ്. ഓക്കെ, next question. Consider the following statement with respect to cubical content method. ഓപ്ഷൻസ് അല്ല, നമ്മളോട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ദിസ് ഇസ് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ദിസ് ഇസ് എ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. അപ്പം എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഉണ്ട്. പ്രിലിമിനറി എസ്റ്റിമേറ്റും ഉണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഉണ്ട്. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിനും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനും അതർ നെയിംസ് ഉണ്ട്. എന്ത് കാര്യം പഠിക്കുമ്പോഴും അതർ നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ അതർ നെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്, അപ്പെക്സ് എസ്റ്റിമേറ്റ്, ഇങ്ങനെല്ലാം പറയുന്നത് പ്രിലിമിനറി എസ്റ്റിമേറ്റിനെയാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് ഒരു പേരേ ഉള്ളൂ, ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ അതർ നെയിം ആണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ ഓപ്ഷൻസിനകത്ത് പല അതർ നെയിംസ് എല്ലാം ചോദിച്ചിട്ട് ഇതിനകത്ത് ഏതാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണം. പ്രിലിമിനറി എസ്റ്റിമേറ്റിന് അതർ നെയിംസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ എല്ലാ നെയിംസും കൊടുത്തിട്ട് ഓൾ ഓഫ് ദി എബോവ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഓരോ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് പല മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പ്ലിന്ത് ഏരിയ മെത്തേഡ്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അപ്രോക്സിമേറ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അപ്രോക്സിമേറ്റ് മെത്തേഡ് എല്ലാം വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് വരുന്ന മെത്തേഡുകളാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് ആൻഡ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് വരുന്നതാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് നോക്കുവാണെങ്കിൽ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ വേറൊരു പേരാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എസ്റ്റിമേറ്റിന് എന്താണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്നൊരു പേരുണ്ട്. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്, അതുപോലെ അപ്പെക്സ് എസ്റ്റിമേറ്റ്, ഇതെല്ലാം എന്ത് തന്നെയാണ്, എന്താണ് പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ പേരുകളാണ്. അപ്പോൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് റിലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് വരുന്നതാണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഇപ്പം ഈയിടെയായിട്ട് PSC ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ പോയിന്റ്സും നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും മനസ്സിലാക്കി വെക്കണം. അപ്പം ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രോജക്ട് ഈസ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു അൺഫോർസീൻ എക്സ്പെൻസസ് ഇറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: ഓവർഹെഡ് ചാർജസ്, ഡിപ്പാർട്ട്മെന്റൽ ചാർജസ്, കണ്ടിൻജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു പ്രൊജക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അൺഫോർസീൻ എക്സ്പെൻസസ് കാരണം കൂടുവാണെങ്കിൽ അത് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും. ആ കോസ്റ്റ് അൺഫോർസീൻ എക്സ്പെൻസസ്, അതായത് നമ്മൾ പ്രെഡിക്റ്റബിൾ അല്ലാത്ത എന്തെങ്കിലും എക്സ്പെൻസസ് കാരണം അതിന്റെ കോസ്റ്റ് കൂടുവാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ പറയുന്നതാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻസിനകത്തെല്ലാം ഇതിന് പെർസെൻറ്റേജ് ഉണ്ട്. അതായത് ഇപ്പോൾ കണ്ടിജൻസീസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ എത്രയാണ് നമ്മൾ കണ്ടിജൻസീസ് എടുക്കുന്നത്, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ചാർജസിന് അങ്ങനെ പെർസെൻറ്റേജ് ഉണ്ട്. അത് മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ടിജൻസീസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് ജനറലി നമ്മൾ ഒരു 3 to 5% ആണ് എടുക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അതായത്
പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കണ്ടിജൻസീസ് 3 to 5% അല്ല. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടിജൻസീസ് 5 to 10% ആണ് എടുക്കേണ്ടത്. ഇനി നോക്കാം, ഓവർ ഹെഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചാർജുകളെയാണ് നമ്മൾ ഓവർ ഹെഡ് ചാർജസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് അല്ലെങ്കിൽ എന്തെന്നും പറയാൻ പറ്റും? സെൻഡേജ് ചാർജസ് എന്നും പറയാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റൽ ചാർജസിന്റെ വേറൊരു പേരാണ് സെൻഡേജ് ചാർജസ്. അപ്പോൾ ക്വസ്റ്റിനകത്ത് സെൻഡേജ് ചാർജ് എൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിന് എത്രയാണ് സെൻഡേജ് ചാർജ് ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവണം അത് ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് തന്നെയാണ്. എന്താന്ന് ഡിപ്പാർട്ട്മെന്റൽ ചാർജ് എന്താണെന്നാൽ നമ്മളിപ്പം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പേയ്മെന്റ്, അതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് അല്ലെങ്കിൽ സെൻഡേജ് ചാർജസ് എന്ന് പറയുന്നത്. അത് എത്രയായിട്ടാണ് എടുക്കുന്നത്? ഒരു 10 to 15%. നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിന്റെ 10 to 15% ആണ് നമ്മൾ ഈ ഒരു സെൻഡേജ് ചാർജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് ആയിട്ട് എടുക്കുന്നത്. കണ്ടിജൻസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താന്ന് നോക്കാം. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ബേസിസിൽ നമ്മളൊരു വർക്ക് നടക്കുന്ന സമയത്ത് ടെമ്പററി ബേസിസിൽ നമ്മൾ ലേബേഴ്സിനെ വെക്കാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂപ്പർവൈസേഴ്സ് ആയിട്ട് വാച്ച്മാന് അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ആ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. അത് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 1.5 to 2% ആണ് വരുന്നത്. അപ്പം ഈ പെർസെൻറ്റേജും അതർ നെയിംസും എല്ലാം നോട്ട് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഓക്കെ, അപ്പം അൺഫോർസീൻ എക്സ്പെൻസസിന്റെ കാരണം പ്രൊജക്റ്റിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിജൻസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following estimate is done to account the cost required to keep the built structure in safe and working condition? Options: complete estimate, revised estimate, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് സേഫായിട്ടും വർക്കിംഗ് കണ്ടീഷനിലും വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോസ്റ്റ് ചിലവാക്കാറുണ്ട്, നമ്മളൊരു എമൗണ്ട് ചിലവാക്കാറുണ്ട്. അതിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. ഒരു സ്ട്രക്ചറിനെ നമുക്ക് സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു IS കോഡിലാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് IS കോഡ് ഫോർ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്? IS 1100, IS 1200, IS 1140, IS 1893. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടും അതുപോലെ ബിൽഡിംഗ് മെഷർമെന്റ് മെത്തേഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏത് കോഡൽ പ്രൊവിഷനാണ് യൂസ് ചെയ്യുന്നത്, ഏത് കോഡാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കോഡുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പം ഈ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടും ബിൽഡിങ്സിൻ്റെ മെത്തേഡ് ഓഫ് മെഷർമെന്റിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കോഡ് IS 1200 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For sanitary work, what percentage of the estimated cost is usually provided? Options: 5%, 7%, 8%, 6%. അപ്പോൾ നമുക്ക് സാനിറ്ററി വർക്കിന് വേണ്ടി നേരത്തെ നമ്മൾ കുറേ പെർസെൻറ്റേജുകൾ പറഞ്ഞായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സാനിറ്ററി വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 8% ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? സാനിറ്ററി വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സാനിറ്ററി വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 കാര്യങ്ങളൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇലക്ട്രിഫിക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു 8% ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു 8% ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിഫിക്കേഷനകത്ത് പക്ഷെ നമ്മൾ എന്ത് എടുക്കത്തില്ല? ഒരു 8% ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഫാൻ ആൻഡ് ഫിറ്റിംഗ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇലക്ട്രിഫിക്കേഷന് വേണ്ടി മാത്രമാണ് 8% വരുന്നത്. എക്സ്ക്ലൂഡിങ് ഫാൻ ആൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. പിന്നുള്ളത് സാനിറ്ററി വർക്കിന്റെ കൂടെ വാട്ടർ സപ്ലൈ, സാനിറ്ററി വർക്ക്, ഇതിനെല്ലാം കൂടിയാണ് നമ്മളൊരു 8% എടുക്കുന്നത്.
ഓക്കെ, ഇനി ഫാൻ ആൻഡ് ഫിറ്റിങ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 4% ആണ്. ഈ ഇലക്ട്രിഫിക്കേഷനകത്ത് ഈ ഫാൻ ആൻഡ് ഫിറ്റിങ്സ് വരുന്നില്ല. ഫാൻ ആൻഡ് ഫിറ്റിങ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു 4% ആണ് എടുക്കുന്നത്. മൊത്തം ഇതിന് മൂന്നുകൂടെ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി വർക്ക്, ഇലക്ട്രിഫിക്കേഷൻ, ഫാൻ ആൻഡ് ഫിറ്റിങ്സ് ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു 20% ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഫോർ സാനിറ്ററി വർക്ക് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഇസ് യൂഷ്വലി പ്രൊവൈഡഡ് 8% ആണ്. ഇനി ഇലക്ട്രിഫിക്കേഷൻ ആണ് തന്നേക്കുന്നതെങ്കിൽ അതിനകത്ത് ഫാൻ ആൻഡ് ഫിറ്റിങ്സ് കാണത്തില്ല. അത് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു പ്രോബ്ലം ആണ്. എ റൂം ഈസ് 5 meter by 3 meter with 20 centimeter wall around. The estimated length of the wall by central line method will be. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു വോളിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് ലെങ്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ റൂമാണെന്ന് മനസ്സിലായി. അതുപോലെ വോളിൻ്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, വോളിൻ്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് ആണ് തന്നേക്കുന്നത്, അതായത് ഇവിടുന്ന് ഇവിടെ വരെ വോൾ തിക്നെസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. ലെങ്ത് ആണ് 5 meter എന്ന് തന്നേക്കുന്നത്. വോളിൻ്റെ തിക്നെസ് 20 centimeter, അതായത് 0.2 meter. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് 0.2 meter എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും എന്താണ് വോൾ തിക്നെസ് ഒരു 0.2 meter വരുന്നുണ്ട്. ഇനി അതിൻ്റെ വിഡ്ത്ത് നോക്കാം. വിഡ്ത്ത് ഇവിടുന്ന് ഇവിടെ വരെയാണ്. വോൾ തിക്നെസ് ഒഴികെയുള്ള വിഡ്ത്താണ് ഒരു 3 meter എന്ന് തന്നേക്കുന്നത്. ഇവിടെയും വോളിൻ്റെ തിക്നെസ് ഒരു 20 centimeter, അതായത് 0.2 meter ഇവിടെയും തിക്നെസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചിട്ടുള്ള ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെൻട്രൽ ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വോൾ തിക്നെസ് പകുതിയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചിട്ട് എത്രയാണ് ലെങ്ത് വരുന്നതെന്ന് നോക്കാം. ഇതൊരു 5 meter ഉണ്ട്. ഇവിടെ 0.2ന്റെ പകുതി, അതായത് 0.1 meter. ഇവിടെ ഒരു 0.1 meter എടുക്കും. അപ്പോൾ ഇവിടെ രണ്ടിടവും 0.1 meter എടുക്കുമ്പോൾ 5.2 meter ആയിരിക്കും സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട് വരുന്ന ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാണ്? 5.2 meter ആണ്. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 + 0.1 + 0.1 3.2 meter ആണ് അവിടുത്തെ വിഡ്ത്ത് വരുന്നത്. 3.2 meter ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ 5.2 meterന്റെ ഒരു വാളല്ല, 2 വാളുണ്ട്. 5.2 meterന്റെ 2 വാളുണ്ട്. 3.2 meterന്റെയും 2 വാളുണ്ട്. അപ്പോൾ ഈ 2 വാളിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് എത്രയാണ്? 5.2 by 2 പ്ലസ് എന്താണ് 3.2 by 2. ഈ 2 ചെയ്യാൻ മറക്കരുത്. 2 വോൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16.8 meter ആയിരിക്കും എന്തെന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വോൾ ബൈ സെൻട്രൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 16.8 meter.